ഇങ്ങനെയൊന്നും അല്ലടാ ദൽഗോണ കോഫി. ഇതെന്റെ ദൽഗോണ കോഫി അല്ല. ഇത് വേറെ എന്തോ സാധനമാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു എസ് എസ് സ്റ്റോറീസ്. അങ്ങനെ വൈകുന്നേരം 4 മണി ചായക്ക് ഇരിക്കാൻ നോക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ചായക്ക് കടി സ്നാക്സ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ സന്ദ്ര വി പിയോട് എൻ്റെ വിഷമം പറഞ്ഞു. പിന്നെന്താ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദ്ര വി പി മിക്സി ജാർ എടുത്തു. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടു. പിന്നെ ജീരകം, ഏലക്കായ്, പിന്നെ കുറച്ച് വെള്ളം എന്നിവ കൂട്ടിച്ചേർന്ന് അങ്ങ് മിക്സാക്കി ഗൈസ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഒന്നുമില്ല എന്താണ് ഉണ്ടാക്കുന്നത്, ഒന്നും ഒരു ഐഡിയ ഇല്ല. സൺഡ്രൈവ് പിന്നെ ഒരു ഓക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ പാനസോണിക് എടുത്തു. പിന്നെ ഒരു മിക്സിയിലിട്ട് 2 ചവിട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി. വാവ്, ഒരു പേസ്റ്റ് മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല പോലും കിട്ടേണ്ടത്. പിന്നെ സാന്ദ്ര വി പിയുടെ കുറച്ച് പരീക്ഷണങ്ങളായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താക്കി, ഏതോ ഒരു പുട്ടുപൊടി, പുട്ടുപൊടിയല്ല, അരിപ്പൊടി, അതങ്ങ് ഇട്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കപ്പിൻ്റെ അടുത്തോളം എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കപ്പ് എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൻ്റെ അകത്തേക്ക് പിന്നെയും ഇട്ടു. പിന്നെയും കുറച്ച് വെള്ളം പാർന്നു. നരിയൽക്ക പാനി, പാനി, ശുദ്ധ പാനി, അത് വെച്ചു. പിന്നെയും എന്താക്കി, മിക്സിയിലേക്ക് ഇട്ട് അടിക്കാൻ പോവുകയാണ്. യെസ്, ഇപ്പം അടിക്കും, ഇപ്പം അടിക്കും. ഇതാ കിടക്കുന്നു, അടിച്ചു. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പഴം തിന്നാനൊക്കെ തോന്നും. പഴം തിന്നരുത് ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഒന്നും നോക്കിയില്ല, എടുത്ത് അടിപൂക്കുറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അത് പാത്രത്തിലേക്ക് അങ്ങ് തട്ടി. അത്യാവശ്യം ഉണ്ട് സാധനം. നമുക്ക് നോക്കാം നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ അതങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ സന്ദ്രാവിപ്പി നല്ലോണം അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കി. വാവ്, കൊള്ളാം. അപ്പോഴാണ് എനിക്ക് അടുത്ത ടാസ്ക് കിട്ടിയത്. എന്നോട് പറഞ്ഞു നമുക്ക് വെള്ളം വേണമെന്ന്. അങ്ങനെ ഒന്നും നോക്കില്ല, 2 ശർക്കര ആണിയങ്ങ് എടുത്തു. പിന്നെ ഞാൻ ഇതാ കുഞ്ഞു 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 അരിയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമുക്ക് നോക്കണമല്ലോ ഇതിന് ടേസ്റ്റ് ഉണ്ടോ, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാനൊരു പീസ് അങ്ങ് എടുത്തു. കുഴപ്പമൊന്നുമില്ല, അതേ ടേസ്റ്റ് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എക്സ്പെർട്ടായി, ഞാനത് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു. യെസ്, നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ശേഷം സാന്ദ്ര വി പിയുടെ കൈകളിലേക്കാണത് പോയത്. വാവ്. അങ്ങനെ അത് ഞാൻ ആ സെറ്റാക്കി വെച്ച സാധനം ഒരു പാത്രത്തിലേക്ക് ഇട്ടു. എന്തോ കൊളാക്കാൻ പോവുകയാണ്. യെസ്, അതിലേക്ക് വെള്ളം ഒഴിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, കൊളാക്കി. എന്നിട്ട് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തോ അവിലിന് വേണ്ടി എന്തോ കുഴക്കിയിട്ടാണെന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പെട്ടെന്നാണ് ആ സൗണ്ട് കേട്ടത്. ബൂം. സ്റ്റവ് ഓണാക്കി. ശേഷം അതിലേക്കായിരുന്നു ഈ സാധനം വെച്ചത്. അപ്പോൾ ഞാൻ നോക്കി നിന്നു കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെ അത് അങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി. എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വാവ്. അങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുന്ന നല്ല ശർക്കര പനി ഒന്നും നോക്കാതെ കണ്ണിൽ ചോരയില്ലാതെ സാന്ദ്രായിപ്പ് എന്താക്കി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ നോക്കി. അപ്പോഴാണ് സാന്ദ്രായിപ്പിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരു പരസഹായം കൂടി വേണമെന്ന്. പിന്നെ എന്നോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഇതിങ്ങനെ ഒഴിക്കുന്നതിനനുസരിച്ച് ഞാൻ നല്ലപോലെ അത് മിക്സാക്കി കൊടുത്തു. ഇനി മിക്സ് ആയിട്ടില്ലെങ്കിൽ ഇനി വേറൊരു കുഴപ്പം വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ആ ടാസ്കും നമ്മൾ ചെയ്തു ഗൈസ്. അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ടാസ്ക് കിട്ടിയത്. നേരത്തെ പൊട്ടിച്ച് വെച്ച തേങ്ങയിൽ നിന്നും കുറച്ച് പീസുകൾ വേണമെന്ന് പറഞ്ഞു. പീസ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അങ്ങനെ ഒന്നും നോക്കില്ല, 2 പോൾ ഞാൻ അങ്ങെടുത്ത് കുനുകുന എന്നായിരുന്നു ചെറിയ ചെറിയ പീസാക്കി വെച്ചു. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് തിന്നാനാണെന്നാണ്, പക്ഷേ അല്ല. അപ്പോഴാണ് സാന്ദ്രയ്ക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, സബർജിൽ അല്ല, മറ്റേ പാഷൻ ഫ്രൂട്ട് അങ്ങ് എടുത്തു, 2 കഷ്ണാക്കി ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു. പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി മിക്സാക്കി നമ്മളെന്താക്കി, ഒരു തൽക്കാലം ഒരു ജ്യൂസ് മോഡൽ അങ്ങാക്കി. വേനൽക്കാലമാണല്ലോ, നല്ല ചൂടാണല്ലോ, ഡീഹൈഡ്രേഷൻ വേണ്ടാന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വേഗം അങ്ങ് വി പിക്ക് അങ്ങ് കൊടുത്തു. അത് കുടിച്ചപാടെ വി പിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു. വിശന്നാൽ വി പി സീനാണ്. അപ്പോൾ ഞാൻ ഒരു സ്നിക്കേഴ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പൈസ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പാണ്ടരം കൊടുത്തു. യെസ്, ദെൻ ബാക്ക് ടു വർക്ക്. ശേഷം സാന്ദ്ര വി പി നേരെ പോയത് ഈ ചെറിയുള്ളി അരിയാനായിരുന്നു. ഇപ്പോഴും എനിക്ക് എന്താ ഒരു ഐഡിയ കിട്ടിയില്ല. അങ്ങനെ വലിയ കാര്യത്തിൽ കുക്കറൊക്കെ എടുത്തു, അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ വെച്ചു. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ടാന്ന്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നെയ്യൊക്കെ ഇട്ടു. നെയ്യങ്ങ് ഉരുകി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ കൊത്തി നുറുക്കി വെച്ച ആ തേങ്ങാപ്പൂളങ്ങ് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. പിന്നെ നമ്മൾ അതിന് മുന്നേ സെറ്റാക്കി വെച്ച ആ ചെറിയ ഉള്ളിയും അങ്ങ് ഇട്ടു. പിന്നെ അത് വാട്ടലായിരുന്നു അടുത്ത പണി. അങ്ങനെ അതിൻ്റെ കളറ് മാറി തുടങ്ങി. ശേഷം വേറെ എന്തൊക്കെയോ പരിപാടിയിലേക്കാണ് അവർ പോകുന്നത്. എന്തൊക്കെയോ സാധനം ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഉപ്പാണെന്ന്. യെസ്. പിന്നെയും ഇവർ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ അത് ബേക്കിംഗ് സോഡയാണ് അത്രേ. എന്തിനാണെന്നും അറിയില്ല കേട്ടോ. എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ ഇടുന്നത്. പിന്നെ ഒരു ഒറ്റ ചുരിയിലായിരുന്നു. അപ്പോഴാണ് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, നമ്മളൊക്കെ വിചാരിച്ച സാധനം തന്നെയാണ്. ശേഷം അത് കുക്കറൊക്കെ ഇട്ടു, ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടു, അങ്ങ് തുറന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന, മലബാറിലൊക്കെ കിട്ടുന്ന കൽത്തപ്പം അഥവാ കുക്കറപ്പം. കിണത്തപ്പം ആണോ ചോദിച്ചാൽ കിണത്തപ്പം അല്ല. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് എത്തിക്കുന്നതായിരുന്നു.
എത്ര കളിച്ചിട്ടും അത് കിട്ടുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിലുള്ള ഫിസിക്സൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനെ മൂടാക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ശേഷം കണ്ടത് ചരിത്രം. വാവ്! അങ്ങനെ നമുക്ക് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ കുക്കറപ്പം അഥവാ കൽത്തപ്പമാണ് ഗൈസ്. പിന്നെ അത് എൻ്റെ കൈകളിലേക്ക് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പീസാക്കാമെന്ന മോഹമായി നമ്മളത് വെച്ചു. കത്തിയെടുത്തു, 2 വെട്ട്. 51 വട്ടം നമ്മൾ വെട്ടില്ല, ഏകദേശം ഒരു 2 വട്ടം വെട്ടി. പിന്നെ അടുത്ത പരിപാടി ടേസ്റ്റ് നോക്കലായിരുന്നു. അങ്ങനെ എടുത്തു നോക്കി, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സാന്ദ്രമായി പിടുപഴമായിരുന്നു.